അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സമയമാണ്, ഒരുപാട് ലൈറ്റുകളും ഒത്തിരി ക്രിസ്മസ് ട്രീയും ഒക്കെയുള്ള സന്തോഷത്തിൻ്റെ ഒരു മാസമാണ് ഡിസംബർ. അപ്പോൾ ഇന്ന് നമ്മൾ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയയിൽ അല്ല, നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് ഇതുപോലെ ക്രിസ്മസ് ടൈം ആകുമ്പോൾ എല്ലാ വീടുകളിലും കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും വീടുകളിലൊക്കെ അവർ ഒരുപാട് ലൈറ്റ്സും ഡെക്കറേഷൻസും വെക്കും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും പോയി അത് കാണുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതുപോലെ നമുക്ക് നെറ്റിൽ നോക്കിക്കഴിയുമ്പോൾ കാണാം ഓരോ സബർബുകളിലും ഏത് വീടുകളൊക്കെയാണ് ഇതുപോലെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്, ഏത് വീടുകളാണെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് കിട്ടും നെറ്റിൽ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോയി കാണുന്ന ആ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യമാണ് നമ്മളിതൊരു വ്ലോഗായിട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസും കാഴ്ചകളും ഒക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലപോലെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് ക്രിസ്മസ് ടൈമിൽ. അതുപോലെ ഓരോ സബർബിലും ഏറ്റവും മനോഹരമായി ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു വീടിന് പ്രൈസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ്സും ഡെക്കറേഷൻസും ആണ് കേട്ടോ ചെയ്തിരിക്കുന്ന ഓരോ വീടുകളും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഇതിൻ്റെ കൂടുതൽ ഫണ്ട് റേസിങ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഇവരൊരു ബോക്സ് വെക്കും, അവിടെ നമുക്ക് ഡൊണേഷൻസ് ഇടാം. അതിപ്പോൾ നമുക്ക് $1 $2 നമുക്ക് ഇഷ്ടമുള്ളത് ഡൊണേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അവർ ബാർകോഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, അത് സ്കാൻ ചെയ്താണെങ്കിലും നമുക്ക് ഡൊണേഷൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുന്നതെല്ലാം ഇവർ ചാരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത അഡ്രസ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സമയം 8:15 എങ്ങാണ്ടായി കേട്ടോ, രാത്രി ആയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായ ലൈറ്റുകളും ഒരുപാട് ഡെക്കറേഷൻസും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് പോയിട്ട് കാണാം കേട്ടോ.
അടുത്തത് നമ്മൾ പോയത് ഈ ഒരു വീട്ടിലേക്കാണ്. ശരിക്കും നമുക്കൊരു വീടാണെന്ന് തോന്നുന്നില്ല, ശരിക്കും ഒരു ക്രിസ്മസ് വണ്ടർലാൻഡ് പോലെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതേ സാന്റാക്ലോസും ഉണ്ട്. ജോ കണ്ടപാടെ അപ്പുറേ പോയി ഇരുന്നു കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അവർ നമുക്ക് ലൈറ്റ് അടിച്ചു തരും. അതുപോലെ നമ്മുടെ ഫോട്ടോസ് അവർ വേണമെങ്കിൽ എടുത്തു തരും. അങ്ങനെയൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഡെക്കറേഷൻസ് ആയിരുന്നു. ഒരുപാട് ലൈറ്റുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന അതുപോലെ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ജോയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈറ്റ്സ് എല്ലാം. Going? Smile. Wave to the camera. There you go. Awesome. അപ്പം എന്തായാലും ഈ ഒരു വീട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമുക്ക് ശരിക്കും ഒരു വീടാണെന്ന് തോന്നത്തില്ല അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ സാന്റയുടെ കൂടത്തിലെ വീഡിയോയൊക്കെ എടുത്ത് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. പിന്നെ ഞങ്ങൾ ചെന്നത് ഈ ഒരു വീട്ടിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. അതിമനോഹരമായ ഡെക്കറേഷൻസാണ്. കണ്ടോ, ശരിക്കും ഒരു വണ്ടർലാൻഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് ലൈറ്റ്സ് ആണ്. എനിക്കൊന്ന് ഒരുപാട് എക്സ്പെൻസീവാണ് ഇതുപോലെ ചെയ്യാനായിട്ട്. അതുപോലെ അത്രയും എഫേർട്ട് എടുത്തുമാണ് അവരിതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്ത് മനോഹരമാണെന്ന് നോക്കി. ഈ ഒരു ആർച്ച് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അടിപൊളി ഒരു ആർച്ചാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയേ.
ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ. മെറി ക്രിസ്മസ്.